ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ വിവിധ തസ്തികകളിൽ ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതിസന്ധിയിൽ. KDRBയെ ഒഴിവാക്കി ദേവസ്വം മാനേജ്മെന്റിന് നിയമനങ്ങൾ വിട്ടുനൽകാൻ സർക്കാർ തീരുമാനിച്ചതിലാണ് ആശങ്ക. എന്നാൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ വിശദീകരണം. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ വിവിധ ഒഴിവുകളിലേക്ക് 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷകൾ എഴുതി നിയമനങ്ങൾ കാത്തിരുന്നത്. എന്നാൽ നിലവിലെ താൽക്കാലിക ജീവനക്കാരും സംഘടനകളും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള നിയമനത്തിന് എതിര് നിൽക്കുകയാണ്. ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കം ഹൈക്കോടതിയിലെത്തുകയും ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ നിയമനങ്ങളിൽ നിന്ന് KDRBയെ ഒഴിവാക്കി ഉത്തരവുണ്ടാവുകയും ചെയ്തു. ഇതോടെയാണ് പരീക്ഷ എഴുതി നിയമനം കാത്തിരുന്നവർ പ്രതിസന്ധിയിലായത്. നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് അതിന്റെ വിധിക്ക് വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷനെ അട്ടിമറിച്ചുകൊണ്ടാണ് SLPയിൽ പിന്നെ ഒരു പിന്മാറ്റം ഉണ്ടായത് സർക്കാരിന്റെ. അത് ഞങ്ങളെ ശരിക്കും ആശങ്കയിലാക്കി. സർക്കാരിന്റെ ഒരു പിന്തുണ ഞങ്ങൾക്ക് ഈ കേസിലും അതേപോലെ തന്നെ നിയമപരമായിട്ടും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് അതില്ലാതായി പോകുന്നൊരവസ്ഥയിലേക്ക് ഇപ്പം അടുത്ത് നടന്ന ഈ അവസാന വിധിയിൽ അവർ പിൻവാങ്ങി. അത് വളരെയധികം ഞങ്ങൾ ആശങ്കപ്പെടുത്തി. സുപ്രീം കോടതിയിൽ കേസിൽ പോയിരിക്കുന്നത് താൽക്കാലിക നിയമനക്കാരുടെ കോൺഗ്രസ് യൂണിയനാണ് കേസിന് പോയിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സർക്കാർ കോൺഗ്രസ് ആണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്കുള്ള പിന്തുണ പിൻവലിച്ചതിന് കാരണം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. KDRB നടത്തിയ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി മുൻ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ അധികാരത്തിലെത്തിയ UDF സർക്കാർ അപ്പീൽ പിൻവലിക്കാൻ തീരുമാനിച്ചു. ഇതോടെ തങ്ങളെ വഞ്ചിച്ച UDF സർക്കാർ ഇഷ്ടക്കാരെ സഹായിക്കാൻ നീക്കം നടത്തുകയാണെന്നുമാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിന് നിയമനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ വേറിട്ട നിയമമാണുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ വിശദീകരണം. ഹൈക്കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ സർക്കാരിന് കാശ് ചെലവിടാൻ നിവൃത്തിയില്ല. അനാവശ്യമായിട്ട് കാശ് ചെലവിടാൻ സർക്കാരിന് വയ്യ. ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ഇത് ഗുരുവായൂർ ഇങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങിയൊരു നിയമമായതുകൊണ്ട് അത് രാഷ്ട്രപതിക്ക് അയച്ചിട്ട് അംഗീകാരം വാങ്ങിയിട്ട് വേണ്ടേ പ്രസിദ്ധീകരിക്കാൻ. അപ്പോൾ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിന് ഒരു പ്രവർത്തിക്കാൻ തടസ്സമില്ല. മറ്റ് ദേവസ്വം ബോർഡുകളൊന്നും രാഷ്ട്രപതിയുടെ ഒപ്പ് വാങ്ങി ഉണ്ടാക്കിയ നിയമമല്ല. അത് സംസ്ഥാന സർക്കാർ അന്ന് നേരിട്ട് നടപ്പാക്കിയതാണ്. അതിൽ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കോട്ടെ. ഞങ്ങൾ ആ ബോർഡിൻ്റെ കാലാവധി കഴിയുന്നവരെ അതിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. ഹൈക്കോടതി വിധി അംഗീകരിക്കുന്ന സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ച് പണം നഷ്ടപ്പെടുത്താനില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഗുരുവായൂർ ദേവസ്വത്തിന് മാത്രമാണ് KDRB നിയമനങ്ങൾ ബാധകമല്ലാത്തതെന്നും മറ്റു ദേവസ്വങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമായതോടെ ഉദ്യോഗാർത്ഥികളുടെ ഇനിയുള്ള പ്രതീക്ഷ KDRB സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിലാണ്. ഓഗസ്റ്റ് 11 പരിഗണിക്കുന്ന അപ്പീലിലെ തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.